എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കാം. ഒരു 1/4 കിലോ ഇഞ്ചിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് തോല കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തോല് കളയാനായിട്ട് നമ്മൾ കത്തി ഉപയോഗിക്കണമെന്നില്ല. കത്തി ഉപയോഗിച്ച് ചിലപ്പോൾ കൈമുറിയാനൊക്കെ സാധ്യതയുണ്ട്. നമുക്കൊരു സ്റ്റീലിൻ്റെ സ്പൂണ് കിട്ടിയാൽ മതി. സ്പൂണിൻ്റെ രണ്ട് വശവും കൊണ്ട് നമുക്ക് ഇഞ്ചി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇടക്കുള്ള ഭാഗങ്ങളൊക്കെ സ്പൂണിൻ്റെ പുറകുവശം കൊണ്ട് ചുരണ്ടി എടുക്കാൻ കഴിയും. അവിടെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ വൃത്തിയാക്കി എടുക്കാൻ വളരെ ഈസിയാണ് ഇഞ്ചി. പലരും ഇഞ്ചിക്കറി എന്ന പേരിൽ ഉണ്ടാക്കുന്നത് പുളിയിഞ്ചി അഥവാ ഇഞ്ചിപ്പുളിയാണ്. നമ്മൾ ചെയ്യുന്നത് അതല്ല, ശരിക്കും 100 കറിയാണ്. ഇഞ്ചി അരക്കുമ്പോൾ കിട്ടുന്ന 100 കൊണ്ടാണ് കറി വെക്കുന്നത്. അതാണ് യഥാർത്ഥ ഇഞ്ചിക്കറി. നാറാണത്ത് ഭ്രാന്തൻ്റെ അമ്മ പഞ്ചമി പണ്ഡിതനായ വരരുചിക്ക് ഊണിനോടൊപ്പം 100 കറി ഉണ്ടാക്കി കൊടുക്കുകയും അത് കഴിച്ച് ഇഷ്ടമായ വരരുചി അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് ഒരു കഥ. ആ കഥ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. 4 പച്ചമുളകാണ് നമ്മൾ കറിക്കെടുത്തിരിക്കുന്നത്. അതെല്ലാം തന്നെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. നന്നാക്കി വെച്ചേക്കണ ഇഞ്ചി ഇതേപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. കഴിക്കുന്ന ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാൻ വേണ്ടി ഒരു തൊടുകറിയായിട്ടാണ് ഇഞ്ചിക്കറി കൊടുത്തുകൊണ്ടിരുന്നത്, സദ്യകളിലൊക്കെ വിളമ്പിക്കൊണ്ടിരുന്നത്. ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ കുറച്ച് വളംപുളി എടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് മുറിച്ചെടുക്കണം. ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കുകയാണെങ്കിൽ ഇഞ്ചിയും വറുത്തെടുക്കാൻ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും. ഇഞ്ചി മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഇതിൽ തന്നെ പച്ചമുളകും കൂടി വറുത്തെടുക്കുക. പച്ചമുളകും നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചെറിയ തേങ്ങ കുറച്ച് വറുത്തെടുക്കാം. അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങ അല്പം കൂടിയാലോ കുറഞ്ഞാലോ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. വെള്ളം പോലെ അരിഞ്ഞുകൊണ്ട് ആവശ്യമില്ല. ചെറിയൊരു തരിയരപ്പിരുന്നാലും പ്രശ്നമൊന്നുമില്ല. അരപ്പ് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 2 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുക. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ കുറച്ച് കരിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുക. ഒരു 2 കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതൊന്നും നന്നായിട്ട് മൂത്ത് വരുന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു അല്പം കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് പച്ചവെള്ളം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ ചേർക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, പച്ചമുളക്, തേങ്ങ ഇത് 3ഉം വറുത്ത് അരച്ചാണ് അത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. പായസത്തിന് ബാക്കി വന്ന ശർക്കരപ്പാനി ഉണ്ടായതുകൊണ്ട് ഞാൻ അതാണ് ചേർക്കുന്നത്. നിങ്ങൾ കുറച്ച് ശർക്കര ചീവി ഇട്ട് കൊടുത്താൽ മതി, പൊടിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് ശർക്കര ഇട്ട് കൊടുക്കരുത്. കാരണം ഇത് പുളിയിഞ്ചി പോലെ അധികം മധുരം ഉണ്ടാകുന്ന ഒരു കറിയല്ല. 1 കറിവേപ്പില കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മധുരമല്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് ഈ കറിക്കുള്ളത്. ഇതെല്ലാവരും ചെയ്തു നോക്കുക.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യണം. താങ്ക് യു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.